ഉത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനന്തപുരി തറവാട്ടിൽ ഓണത്തിൻ്റെ പരിപാടികളെല്ലാം ഭയങ്കരമായിട്ട് ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ എല്ലാവരും ഓരോരോ ഭർത്താക്കന്മാരുമായിട്ടാണ് ഓണപരിപാടിയൊക്കെ ആഘോഷിക്കുന്നത്. പക്ഷേ നമ്മൾ അനാമികയുടെ കൂടെ മാത്രം ഒന്നും ആഘോഷിക്കാനോ ഒന്നിനും അനാമികയ്ക്ക് സപ്പോർട്ടായിട്ട് ഒന്നിനും നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ജാനകി ആണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ജാനകി ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെ ഇതാക്കാനാ, അവന് 24 മണിക്കൂറും ആ നന്ദുവിനെ ഓർത്തോണ്ടല്ലേ നടക്കുന്നത്, പിന്നെ എങ്ങനെ ജാനകി അനാമികയുടെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പറയുന്നുണ്ട്. എല്ലാത്തിനും കാരണമാണ് നന്ദു എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. നമ്മളെ ജാനകി പറയുന്നുണ്ട്, അവന് 24 മണിക്കൂറും ആ നന്ദുവിനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അനാമിക പറയുന്നുണ്ട്, അത് ശരിയായിരിക്കും, അവനിക്കിപ്പോൾ എന്നെ വിളിക്കാനോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കാനോ എൻ്റെ അടുത്ത് സ്നേഹിക്കാനോ ഒന്നും അവനിക്ക് സമയമില്ലല്ലോ. അവന് 24 മണിക്കൂറും അവന് നന്ദുവിനെ അല്ലേ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ദേവയാനി നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ ദേവയാനി ഒന്നും മിണ്ടാതെ ഒന്നിനും പോകുന്നില്ല. ദേവയാനിക്കാണെങ്കിൽ നന്ദുവിനെ പറയുന്നത് അങ്ങോട്ട് പിടിക്കുന്നതും ഇല്ല. പക്ഷെ നമ്മളെ നവ്യയാണെങ്കിൽ അത് ഏറ്റു പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, പെണ്ണുങ്ങളായാൽ അവർ ഭർത്താവിനെ സ്നേഹിക്കണം, സ്നേഹത്തിൽ കൂടെ പിടിച്ചെടുക്കാൻ പറ്റൂ. ഞാൻ തന്നെ കണ്ടില്ലേ അബി എത്ര ഇതായിട്ടാണ് നടന്നത്, പക്ഷേ ഞാൻ സ്നേഹം കൊടുത്ത് അബിയെ ഞാൻ തിരിച്ച് പിടിച്ചെടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊങ്ങച്ചമൊക്കെ നമ്മളെ നവ്യ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓണപരിപാടിയെല്ലാം ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കിടക്കാൻ വേണ്ടിയൊക്കെ എല്ലാവരും റൂമിലേക്ക് പോകുന്നുണ്ട്. നമ്മളെ നയനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ മുത്തശ്ശന് മരുന്നൊക്കെ കൊടുക്കട്ടെ, ചിലപ്പോൾ ഇതിൻ്റെ ആഘോഷത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ കൊണ്ട് മുത്തശ്ശി ചിലപ്പോൾ മരുന്ന് കഴിക്കാൻ മറന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനയാണെങ്കിൽ നേരെ മുത്തശ്ശിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നാളെ തിരുവോണമല്ലേ, തിരുവോണമായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത കൊടുക്കണം. കാര്യം വെച്ചാൽ ഞാൻ ഇത്രയും നാളെല്ലാവരും എൻ്റെ അസുഖത്തിനെ പറ്റി എല്ലാവരും സങ്കടപ്പെട്ടിരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും അവർക്കൊരു സന്തോഷ വാർത്ത കൊടുക്കണമെന്ന് പറയും കേട്ടോ. എൻ്റെ അസുഖം മാറി എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയണമെന്നൊക്കെ പറയുമ്പം ഇത് നമ്മളെ നയന കേൾക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് നമ്മളെ നയന പറയുന്നുണ്ടാവോ, മുത്തശ്ശൻ കൊള്ളാമല്ലോ, അപ്പം മുത്തശ്ശി ഇത്രയും നാൾ ഇത് ഒളിച്ചു വെച്ചാണല്ലോ, അപ്പം എന്തായാലും തിരുവോണമായിട്ട് ഞങ്ങൾക്ക് തരാനുള്ളൊരു സമ്മാനമല്ലേ, അപ്പം അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ നമ്മളെ നയനാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ നയനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അറിഞ്ഞത് എന്തായാലും ആരുടെ അടുത്തും പറയേണ്ട കാര്യമില്ല, എന്തായാലും ആദർശേട്ടൻ്റെ അടുത്ത് എന്തായാലും ഒന്ന് സൂചിപ്പിച്ചേക്കാം ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന്, എന്തായാലും എന്താ കാരണമെന്നൊന്നും ആദർശേട്ടൻ തന്നെ കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നയന നേരെ റൂമിലോട്ട് പോയിട്ട് ആദർശൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദർശേട്ടൻ നാളെ തിരുവോണമായിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട്, എന്തായാലും അത് ഞാനായിട്ട് പറയത്തില്ല, എന്തായാലും ആദർശേട്ടൻ ഭയങ്കര ബുദ്ധിയുള്ള ആളല്ലേ, എന്തായാലും ആദർശേട്ടൻ തന്നെ കണ്ടുപിടിക്കും, ഇവിടെ മുത്തശ്ശിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ആളല്ലേ എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പം നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ നീ പ്രഗ്നൻ്റ് വല്ലതും ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നയന ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഉള്ള കാര്യം മാത്രമേ ഇവിടെ സന്തോഷമായിട്ടുള്ളൂ, വേറൊരു കാര്യവും സന്തോഷമായിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നയന പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ ബുദ്ധിയുള്ള ആളല്ലേ, എന്തായാലും ആദർശേട്ടൻ തന്നെ കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അവർ കിടന്നുറങ്ങാൻ പോയി കേട്ടോ. എന്നിട്ട് രാവിലെ ആയപ്പോഴത്തേക്ക് എല്ലാവരും എണീറ്റ് കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും മുത്തശ്ശി എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശനും പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ഒരു സന്തോഷമായ കാര്യം പറയാണ്ടെന്ന് പറയുമ്പം ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരും ഒരുവിധപ്പെട്ടവരൊക്കെ ചോദിക്കും, സ്വത്ത് എന്താ പങ്കുവയ്ക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആ പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ നയനയാണെങ്കിൽ പെട്ടെന്ന് കയറി ഈ സന്തോഷ വാർത്തയൊക്കെ പറയും കേട്ടോ. നമ്മളെ മുത്തശ്ശിയും നമ്മളെ എല്ലാവരെയും ഇത്രയും നാൾ മറച്ചു വെച്ചുകൊണ്ടിരുന്ന ഒരു സത്യമാണ്, നമ്മളെ മുത്തശ്ശൻ്റെ അസുഖമൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് നയനാണെങ്കിൽ വെട്ടിത്തോന്നങ്ങ് പറയും. മുത്തശ്ശനാണെങ്കിൽ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഞെട്ടി അങ്ങ് നിൽക്കും കേട്ടോ. ഞെട്ടി നിന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ ഒരു ദേഷ്യം കണക്കൊക്കെ മുഖത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കും, ഇതെങ്ങനെ മോൾ അറിഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പം അത് ഞാൻ ഇന്നലെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശ, അപ്പോഴത്തേക്കും മുത്തശ്ശിയും പറയുന്നത് ഞാനിങ്ങനെ കേട്ടയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.